ഏ എന്തുന്നാ ഞാൻ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു കേട്ടോ. മതി 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 മതി. ആണോ? കൊതി തോന്നുമ്പോൾ ഞാൻ ഉമ്മയും കൂടി വരും. ആണോ? അപ്പം ഞങ്ങളിത് ഇതെന്നാടി സദ്യ പായസം കിട്ടുമോ? പായസം മോര് എല്ലാം ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം കൂട്ടി മുമ്പോട്ട് പറയാം. അങ്ങനെ ഞാനിന്ന് കാത്തിരുന്ന ദിവസം വന്നെത്തി. ഇന്നെൻ്റെ 11 മണിക്ക് എൻ്റെ ഫെമി വരും. ഫെമി വന്നത് 11 മണിക്ക് സിംഗപ്പൂർ എയർലൈൻസിൽ. അതിനാണ് ഫെമി വന്നത്. അപ്പോഴത്തേക്കും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് രാവിലെ ഞാൻ ബീഫെല്ലാം വേവിച്ച് വെച്ചിട്ട് ചാള ഉണ്ടായിരുന്നു. ചാളയെല്ലാം കഴുകി വാരി നന്നാക്കി എല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി. മോര് കറി വെച്ചു. ചോറ്, മോരുകറിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എന്നും മോരുകറിയൊക്കെയാണ്. എന്നിരുന്നാലും നമ്മൾ അമ്മമാരുടെ കയ്യിൽ നിന്ന് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. പിന്നെ ബീഫ് കറി വയ്ക്കണം, അപ്പത്തിന് അരി അരച്ച് വെക്കണം. അപ്പത്തിന് അരച്ചിരിക്കുന്നത് അപ്പം ബീഫ് കറിയായിട്ട് വെച്ച പിന്നെ നാളെ കാലത്ത് എനിക്ക് അത്രയും കഷ്ടപ്പാട് കുറയുമല്ലോ. ബീഫ് വേണി വരട്ടിയെടുക്കാം. കുറച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റിൽ ചെയ്യാൻ പോണത് ബീഫ് കറി വയ്ക്കും, അപ്പത്തിന് അരി അരച്ച് വെക്കണം. ചോറ് ഞാൻ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് കാണാം കേട്ടോ. മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. പതിവ് പോലെ ഇന്ന് കട്ടൻ ചായ കുടിക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ. അത് ഞാൻ കഞ്ഞി അടപ്പത്തിട്ടപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്തു. ബീഫ് കറിയാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞു. ഇനി എനിക്ക് അരി അരച്ച് വെക്കണം, ചോറും ഒന്ന് ശരിയാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി കഴിഞ്ഞു. അപ്പം ഞാൻ അച്ഛന് നാൾ വാങ്ങിയൊരു കുക്കീസ് ഉണ്ട്. അതും ഒരു ചായയും കഴിക്കട്ടെ കേട്ടോ. നല്ലോണം വിശക്കണമുണ്ട്. തളർന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഓടിയ ഓട്ടത്തിനൊരു അവസാനമില്ലാത്ത ഓട്ടം ഓടി രാവിലെ മുതൽ. പല പല സാധനങ്ങളും മേടിക്കേണ്ടി വന്നു. മറ്റേ കുക്കർ ആ കടയിൽ കയറി അത് മേടിച്ചു. തുണിക്കടയിൽ കയറി 4-5 ബനിയൻ, അവന് ഷർട്ട്, മുണ്ട്, സാരി, ബ്ലൗസ് എടുത്ത് തയ്ക്കാൻ കൊണ്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി കടയിലൊന്ന് കയറി. അങ്ങനെ കുറേ സാധനങ്ങൾ തളർന്നുപോയി. ഞാൻ തന്നെയല്ല കേട്ടോ, ഷാലി ഔഷധിയായി. ഞങ്ങൾ രണ്ടെണ്ണോ വേറൊന്നും കഴിക്കട്ടെ ചായ. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? കുക്കീസാണ്. ഇനി എനിക്ക് അരി അരച്ച് വെക്കണം, ചോറും ശരിയാക്കണം. പിന്നെ പണിയൊന്നുമില്ല, ചെയ്യില്ല. കറി എന്തായിന്ന് ആദ്യമേ നോക്കട്ടെ. ബീഫ് വേവിച്ചായിരുന്നു കേട്ടോ കുക്കറിൽ. രാവിലെ ഞാൻ വേവിച്ച് വെച്ചാ പോയേ. സാധാരണ നമ്മൾ ലുലുന്ന് മേടിക്കുന്ന ബീഫ് അത്ര ഉള്ള കാര്യം പറയാം, എൻ്റെ അനുഭവം കേട്ടോ. ലുലുന്ന് അത്ര നന്നാവാറില്ല. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോഴും ഞങ്ങളിങ്ങനെ ലുലു പോയപ്പോൾ ബീഫ് വാങ്ങിച്ചു. പിറ്റേ ദിവസം വരുമ്പോൾ എന്തെങ്കിലും കറി വെക്കാലോ എന്ന് ഓർത്തുകൊണ്ട് ഏതായാലും പോയില്ലേ, കണ്ടപ്പോൾ വാങ്ങിച്ചു. അത് സൂപ്പറായിരുന്നു. അപ്പം ഇന്നും ഞങ്ങൾ മിനിഞ്ഞാന്ന് പോയപ്പോഴും ബീഫ് വാങ്ങിച്ചു. ബീഫ് വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെച്ചായിരുന്നു.
കറി വെച്ച് സൂപ്പറാ. ബീഫ് നന്നായിട്ടുണ്ട്, നല്ലതാ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അരി അരച്ചു. നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും പണി ഉണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ. ഈസ്റ്റ് തേങ്ങവെള്ളത്തിൽ കലക്കി വെച്ചായിരുന്നു. എല്ലാവരും പറയും ഈസ്റ്റും അല്ല പഞ്ചസാരയും തേങ്ങവെള്ളം പോരെയെന്ന്. പഞ്ചസാരയും തേങ്ങവെള്ളവും മാത്രം ഇട്ടാൽ പൊങ്ങി വരുമെന്ന് തോന്നണില്ല. ചേർക്കണവർക്ക് ചേർക്കാം, ചേർത്തില്ല എന്നോർത്ത് കുഴപ്പമില്ല. പിന്നെ നോൺ സ്റ്റിക്കിൽ അല്ല ചൂടണം, എങ്ങനെയാണെങ്കിലും എഴുന്ന് പോരും. ശരിക്കൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ആ പണി കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞു. അവിടെ ഇരിക്കട്ടെ. ബീഫ് കറി വെക്ക്. എന്തോ എന്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. ഒക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതാട്ടോ ഞാൻ. ഇത് ഞാൻ അങ്ങനെ കുഴമ്പനായിട്ട് എടുത്തതിന്, ഇത് കുഴമ്പനായിട്ട് വരും കേട്ടോ. കുഴമ്പനായിട്ട് വരണേ എന്തിനാന്ന് ചോദിച്ചാൽ അപ്പത്തിനും ആയില്ലോ, അപ്പത്തിനും ആയി. കറി വേണമെങ്കിൽ അവൾ കൂട്ടിക്കോട്ടെ, വേറെ കറി ഇരിപ്പുണ്ട്, മീൻ പറ്റിച്ചതുണ്ട്, പിന്നെ മത്തി വറുത്തതുണ്ട്, മോരുകറിയുണ്ട്, പിന്നെ ഈ കറിയുണ്ട്, ബീഫും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇതെടുത്ത് കറി വെച്ചെന്ന് വെച്ചാൽ നാളെ കാലത്ത് എനിക്ക് അത്രയും കഷ്ടപ്പാട് കുറയുമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ. മക്കൾ വരുമ്പോൾ അമ്മമാർക്ക് എപ്പോഴും സന്തോഷമാണ്. ഞാൻ എൻ്റെ കൊച്ചിനെ കാണാൻ എത്ര നാളായി നോക്കിയിരിക്കണമെന്ന് അറിയൂ. അപ്പം ഇനി എൻ്റെ മോക്ക് അതും അവളും ഒക്കെ ജനുവരിയിലേ വരാൻ പറ്റൂ. ജനുവരിയിലും വരാൻ പറ്റില്ല, അത് കാരണമാണ് അവൾ വരാത്തത്. അല്ലെങ്കിൽ വന്നേനെ. എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടോ. ഉപ്പുണ്ടോയെന്ന് നോക്കിയില്ല, ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഉപ്പ് ലേശം കുറവുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷം. ആവി പോട്ടെ. അത് കഴിഞ്ഞിട്ടേ എനിക്കിവിടെ ഒന്ന് വേസ്റ്റ് ബിന്നിൽ ഇടാനല്ലേ. ഞാൻ എന്നും ഇങ്ങനെ അടിച്ചു വാരിയൊക്കെ കളഞ്ഞ് ഇവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചാൽ കിടക്കുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. എല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ. മേടിച്ചിരുന്ന സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. മേടിച്ചേക്കുന്ന സാധനങ്ങൾ കണ്ടോ? മിക്സി, പിന്നെ ഇതൊരു ബെഡ്ഷീറ്റാട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ, മറ്റത് എന്താ നോൾട്ടയുടെ, ഇത് കുക്കറ് പ്രസ്റ്റീജിൻ്റെ കുക്കറ്, പിന്നെ മറ്റത് നോൾട്ടയുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, പിന്നെ ഇത് അപ്പടി ബനിയൻ, ബേസിലിൻ്റെ ബനിയൻ. ഇതൊക്കെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ, അത്യാവശ്യം വിലയുണ്ട്. അത് ഷർട്ട്, ഇതൊക്കെ ബനിയനും സാധനങ്ങളും. പിന്നെ ഇതിനകത്ത് പുറത്ത് ഇവിടെ വേറെ എന്തോ സാധനമുണ്ട്, അപ്പച്ചെമ്പുണ്ട്. ഇത് അപ്പച്ചെമ്പ. പിന്നെ ഇനി പുളി കൊടുത്ത് അയക്കണം, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും
ടാറ്റാ ബൈ. നോക്കിക്കോട്ടെ എന്നെ കുട്ടി. ഇത് മിക്സി, ഇത് ബെഡ്ഷീറ്റ്, ഇത് ഇതിൻ്റെ പുറകിലിരിക്കണേ, ഇത് അപ്പച്ചെമ്പ്, ഇത് നമ്മുടെ കുക്കറ്, ഇത് നമ്മുടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി, പിന്നെ ഇത് അത്രയും ഡ്രസ്സ്. അത്രയും ഡ്രസ്സ് വാങ്ങിച്ചു. എത്ര രൂപയുടെയാണെന്നറിയോ? അത് പല കടയിൽ കയറി ഇതെല്ലാം ഡ്രസ്സ് വാങ്ങിച്ചു. അത്രയും പൊക്കത്തിൽ കണ്ടോ?